എല്ലാവർക്കും സുഖമാണല്ലോ മക്കളെ. അമ്മക്കിളിക്ക് സുഖമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് അമ്മക്കിളി വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ഞാൻ കാണിക്കുക, ഒരു അറിവാണ് കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു സംഭവം എവിടെ കണ്ടാലും നിങ്ങൾ വാങ്ങിച്ച് ഇത് തോരന് അല്ലെങ്കിൽ തീയല് പഴം കിട്ടിയാൽ കഴിക്കുക, ഏറ്റവും നല്ലതാണ്. നമ്മുടെ ശരീരത്തിന് നല്ല വിറ്റമിൻ ഉള്ള സംഭവമാണ്. ഇതാരും മിസ് ചെയ്ത് കേട്ടോ, എവിടെ കിട്ടിയാലും വാങ്ങിക്കണേ. അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് നോക്കാം. നമുക്ക് പുതിയൊരു അറിവ് എന്താണെന്ന് നോക്കാം. നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുക. ഇത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് എവിടെ കിട്ടിയാലും നിങ്ങൾ ഇല വാങ്ങിക്കുക, കായായിട്ട് വാങ്ങിക്കാനായിട്ട് കാ തീയൽ വെക്കാൻ നല്ലതുണ്ട്. ഇതിന്റെ ഇല ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. ഇഷ്ടം പോലെ ഇവിടെ കിളിച്ച് നിൽപ്പുണ്ട്. ഇല പറിക്കാൻ നേരം കിട്ടിയിട്ടില്ല, കാരണം നമ്മുടെ ചുമന്നീര ഇഷ്ടം പോലെ ഉണ്ട്. ഇതും അതും എല്ലാം കൂടെ എടുക്കാൻ പറ്റില്ല. എന്നും ചീര ആയാലും കുഴപ്പമില്ലേ എന്ന് വിചാരിച്ചിട്ട് അത് നിർത്തിയിരിക്കുക. എന്നാലും കളയാൻ മനസ്സില്ല, പറിക്കണം. ഇപ്പൊ ക്ലൈമറ്റ് മാറുന്നതിന് മുമ്പ് കുറെ വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് നാട്ടിൽ, പക്ഷെ അവരാരും അത് ഉപയോഗിക്കുന്നില്ല. ഞാൻ കുറെ പേരോട് ഞാൻ പറഞ്ഞു ഇതിന്റെ സംഭവം ഇങ്ങനെയൊക്കെയാണ്, ഇത് നിങ്ങൾ ദയവേത് കളയരുത്, നല്ല വിറ്റമിൻ ഉള്ള സാധനമാണെന്ന് പറഞ്ഞപ്പോൾ അയ്യോ അങ്ങനെയാണോ എന്ന് വിചാരിച്ച് ഒരു വീട്ടിൽ ഞാൻ അന്ന് ചെയ്തും കൊടുത്തു. അതിനുശേഷം അവർ പറഞ്ഞു അയ്യോ ഇത് നല്ല സാധനമല്ല, അത് ഷുഗർകാർക്കൊക്കെ നല്ലതാണ്. ചീരയ്ക്ക് ഒരു ചെറിയ കയ്പല്ല, ചെറിയൊരു ഇതുണ്ട്, പക്ഷെങ്കിൽ അത് വയറിന് നല്ലതാണ്. നമ്മൾ പാവയ്ക്ക് എങ്ങനെ കഴിക്കുന്നത്, കയ്പുണ്ടെങ്കിൽ അത് വയറിനും ദേഹത്തിനും നല്ലല്ലേ എന്ന് പറഞ്ഞോലാണ് ഈ ചീര. നല്ല കിളുന്നല്ല നോക്കി അങ്ങോട്ട് തോരൻ വെച്ച എന്ത് രുചിയാന്നറിയാം. ഒരു മുട്ട ഇച്ചിരി തേങ്ങായി വെച്ചിട്ട് ചുമന്നുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് അങ്ങോട്ട് ചിക്കി തോർത്തിയെടുത്ത അടിപൊളിയാണ് കേട്ടോ. കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ ഇല, ചുക്കുട്ടി ചീര. ഇതിന്റെ കായ് കണ്ടോ, ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ഇതിന് തീയൽ വെക്കാൻ നല്ലതാ കേട്ടോ. ഇത് വഴറ്റിയിട്ട് ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് കഴിക്കാം. നല്ല തഴച്ചു കയറി നിൽക്കുക കേട്ടോ. ഇളം തണ്ടാ നിൽക്കുന്നതല്ല, എല്ലാം നല്ല ഒടിച്ചങ്ങോട്ട് ഇല മാത്രമല്ല തണ്ടോടുകൂടി എടുക്കാം. കായ് കിടക്കുന്നത് ഇതിലെ ഇല ഞാൻ നേരത്തെ പറിച്ചത്, അപ്പൊ കായ് മാത്രം നിൽക്കുന്നുണ്ടോ. തേങ്ങ വറുത്തരച്ച് തീയൽ വെച്ചാൽ നല്ല രുചിയാ കേട്ടോ. നല്ല വഴറ്റണം, വഴറ്റിയിട്ട് എപ്പോഴും ചെയ്യാവൂ, അല്ലാതെ പച്ചക്കിട്ടങ്ങ് ചെയ്യരുത്, ഭയങ്കര വിലയാ കേട്ടോ. ഇത് കടയിലെന്ന് പറയുമ്പോൾ അവർ എങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന നമുക്ക് അറിയത്തുമില്ലല്ലോ. ഇത് നല്ല ഓർഗാനിക്. ഈ പഴം എത്ര പേര് കഴിച്ചിട്ടുണ്ട്, ഇതിന്റെ ടേസ്റ്റ് എത്ര പേർക്ക് അറിയാം. ഇത് നല്ല വിറ്റമിൻ ഉള്ളതാണ്. വായില് ഈ ഞൊണലുകളൊക്കെ വരുന്നതിനും പിന്നെ നമ്മുടെ വയറ്റിലെ അസ്വസ്ഥതയ്ക്കും, അതായത് വേദന, നോവ് ഇങ്ങനെയൊക്കെ വരില്ലേ, ഇതിനെല്ലാത്തിനും ഈ കായും ഇതിന്റെ ഇലയും ഏറ്റവും ഫലവത്തായ ഒരു സംഭവമാണ്. തമിഴ്നാട്ടിൽ ഇത് ഭയങ്കര ഫേമസ് ആണ്. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഈ ചീര വാങ്ങിച്ചും അതിന്റെ കാ വാങ്ങിച്ച് കൂട്ടാൻ വയ്ക്കും കേട്ടോ. ആർക്കെങ്കിലും ഇതെവിടെങ്കിലും തിന്നാൻ കിട്ടിയാല് കഴിച്ചു നോക്കണം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് ഒത്തിരി മധുരമില്ല, എന്നാൽ ഒത്തിരി പുളിയുമില്ല. ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് രുചി ഉണ്ടല്ലോ, അതാണ്. ഇതിനകത്ത് ഒത്തിരി പഴുത്ത കായുണ്ട്, തിന്നാൻ ഒരു കൊലയിൽ 5-6 എണ്ണം കാണാം കേട്ടോ. ഒരു കൊല കണ്ടോ, എത്ര 3/4 കിലോ കൂടുതലുണ്ട് കേട്ടോ. അത് ഞാൻ തോന്നുന്നു ഞങ്ങൾക്ക് 2 തീയലിനുള്ളതുണ്ട്. എത്ര ഗുണങ്ങളാണെന്നറിയാമോ ഈ കായ്ക്ക്. തോരനും വെക്കാം കേട്ടോ, ഇതിന്റെ ഇലയുടെ കൂട്ടത്തിൽ ഇട്ട് തോരനും വെക്കാം. അത് വെക്കാൻ വയ്യാഴി ഒന്നുമില്ല, പക്ഷെ ഇപ്പൊ ഇത്ര ഉള്ളതുകൊണ്ട് നല്ല തേങ്ങ അരച്ചൊഴിച്ച് തീയൽ വെച്ചാൽ നല്ല ചോറിന് തൊട്ട് കൂട്ടാനും ചപ്പാത്തിക്ക് തൊടാനും നല്ലതാണ് കേട്ടോ. പഴുത്തത് കിട്ടിയാൽ വായിലോട്ടിടുക. ഇതെല്ലാം കൂടെ അടിയിടി ഉണ്ടായതാന്ന് തോന്നി. ഇത്ര എണ്ണം ഒന്നിച്ചിട്ടപ്പോഴേ ഒത്തിരി പഴുത്ത് പോയതെല്ലാം ഉണ്ട്, അതങ്ങ് ഉടഞ്ഞു പോയി. ഇത് കണ്ടോ, ഇതിനകത്തെ വിത്ത് കണ്ടോ, എന്തോരം വിത്തുണ്ടെന്ന് നോക്കാം. 50 എണ്ണം ഒന്നും അല്ല കേട്ടോ, ഒരെണ്ണത്തിന് അത് അത്രയും വിത്തുണ്ട് കേട്ടോ. കഴുകി പറക്കി ക്ലീനാക്കി വെച്ചിട്ട് ഇത് തീയലും വെക്കും, ഇത് വായിലോട്ടും പോകും. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇരട്ടി മധുരമാന്ന്, ഇതാണ് ഇരട്ടി മധുരം. ചുക്കടിക്കായി പഴുത്തത് ഇത് കണ്ടോ, ഒരു പഴം കണ്ടോ അതിനകത്ത് കിടന്ന് പൊട്ടിപ്പോയപ്പോ കുരു കണ്ടോ അതിനകത്തെ, ഇതെല്ലാം വിത്താ. അപ്പൊ നമുക്കിത് എടുത്തു വെക്കാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും മക്കളെ പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ മക്കളെ.